ഓ എന്താ സാറ് താളം പിടിച്ചപ്പോ അതിന്റെ കൂടെ പിടിച്ചതാ. കൂടെ പിടിക്കാൻ മട്ടന്നൂരിന്റെ പഞ്ചാരി മേളമൊന്നും അല്ലല്ലോ. ഞാനേ അടിച്ച താളം പിടിച്ചതല്ല, ഈ ഇളകിരുന്ന ആണി അടിച്ചതാ. പുതിയ കേസുള്ള വിളി. ഏയ് എന്റെ അടുത്ത് പറഞ്ഞല്ലേ കഴിഞ്ഞ ആഴ്ച ഒരു മേശ കൊണ്ടുവന്ന് അടിക്കാൻ. സാറ് ഇപ്പം സാറ് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല, ഞാൻ കൈ ഇങ്ങനെ പിടിച്ചപ്പോ താന്ന് പോയാൽ കണ്ടില്ലേ. അടുത്ത ആഴ്ച മേശ എടുക്കണം കേട്ടോ. എല്ലാം ഇപ്പൊ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. സോറി സാർ. കേസ് കിട്ടും. പുതിയ പുതിയ ഉണ്ടോ? പുതിയ കേസ് കിട്ടും വല്ലതും ഉണ്ടോ? എന്റെ ഒന്നുമില്ല. എന്റെ ഒരു പഴയ കേസ് കിട്ടും ഉണ്ടായിരുന്നു, ഇപ്പൊ വിളിച്ചിട്ടെടുക്കുന്നില്ല. ഞാൻ മണ്ടക്കടിച്ചത് ഇവിടെ കേസ് കെട്ടി. ഇന്നത്തെ കേസ് വിളിക്കാൻ അങ്ങോട്ട്. 1941 ഏപ്രിൽ 18 അർദ്ധരാത്രി, ഏപ്രിൽ 19 വെളുപ്പിന് നമ്പർ 20 മദ്രാസ് മെയിലിൽ വെച്ച് നാദിയെ കൊല്ലപ്പെട്ട രാത്രിയിൽ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. ഈ സിനിമാക്കാരന്മാരെ പിടിച്ച് ക്ലർക്കാക്കി എങ്ങനെയായിരിക്കും? കേസ് നമ്പർ 18/19 ഉള്ളൂർ ബാർ, നെടുമങ്ങാട് ബാർ, കാട്ടാക്കട ബാർ. നെടുമങ്ങാട് ബാറാണ് ഇപ്പൊ സെറ്റപ്പ് ആയത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, തമ്പാനൂർ ഒരു ബാറുണ്ട്, അവിടെ 150 രൂപ ഉള്ളു ബിയർ. അമ്പലം നമുക്ക് ബാറ് കൊള്ളാം തന്നെ. പിന്നെ അവിടുത്തെ കൊള്ളാം, നമുക്ക് അവിടെ ചന്തയാന്ന് വിചാരിച്ചോ? സോറി സാർ. അവസാനം എന്താ പറഞ്ഞേ? അല്ല നമ്മളെ അമ്പലം നമുക്ക് ബാറ് കുഴപ്പമില്ല. ബിയർ അവിടെ ലിക്കർ ഇല്ല, ബീറും വൈനും മാത്രമേ ഉള്ളൂ. ആണ്. വെറുതെ കാശ് പറഞ്ഞു കേട്ടല്ലോ. കേസ് വായിക്കണോ? വിളിയോ. 2000 ആണ്ട് വിവാഹം നടന്ന് ഇപ്പോൾ വിവാഹമോചനത്തിന് വിചാരണ നടക്കുന്ന ഒന്നാം കക്ഷി ഹാജരുണ്ടോ? ഹാജരുണ്ട്. അയ്യോ, ജീവിച്ചു മതിയായി, എനിക്ക് മരിക്കണം. എന്താ പേര്? സരസു. മുഴുവൻ പേര്? റോഡുള്ള സരസു. സ്ഥലം എവിടെയാണ്? നെയ്യാറ്റിൻകര. വീട് എവിടെയാണ്? കുത്തറക്കത്ത്. അതെ, നെയ്യാറ്റിൻകര ജംഗ്ഷനിൽ നിന്ന് കുത്തറക്കത്ത് ഇറങ്ങി ചെല്ലുമ്പോ വലത് കൈ പുറത്ത് ചുമന്ന പെയിന്റ് വീട്. അതെ, 2 പട്ടിയുള്ള. രണ്ടുപേർക്കും അറിയാല്ലേ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നിങ്ങൾക്ക് ഞാൻ കീരിയും പാമ്പും. എത്ര മക്കളുണ്ട്? 3. അല്ല മെലോട്ട്, 3 മക്കളുണ്ട്. മുഖത്തോടെ നോക്കിയ കീരിയും പാമ്പും. ഇതിനൊക്കെ ഈ കീരിയും പാമ്പിന് എപ്പോ സമയം കിട്ടുന്നോ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് എന്റെ ഭർത്താവിനോട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്താ കാര്യം? ഡെയിലി വെള്ളം അടിച്ച് വീട്ടിൽ നിന്ന് എപ്പോഴും എന്നെ ഊത്തിരയിക്കും. എങ്ങനെ? ഊത്തിരയ്ക്കും എപ്പോഴും ഊത്തിരയിക്കും. പറയില്ല ഉപദ്രവിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. ആണോ? പറഞ്ഞു നന്നായി. ഞാൻ മറ്റേത് എങ്ങനെ എഴുതും എന്നോർത്ത് വിഷമിക്കും. കഴിഞ്ഞിട്ടുള്ള ദ്രവിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ഈ മനുഷ്യന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും. എന്തായാലും ബഹുമാനപ്പെട്ട കോടതി, നമുക്ക് ഒരു കക്ഷിയുടെ മാത്രം വാദം കേട്ടാ പോരല്ലോ. നമുക്ക് ഭർത്താവെന്ന രണ്ടാം കക്ഷിയെ വിളിക്കുന്ന കാര്യം മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും അറിയണം. 2000 ആണ്ട് കക്ഷി ഹാജരുണ്ടോ? ഹാജരുണ്ട്. എന്തായാലും വാദം തുടങ്ങാം. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യമേ ഞാൻ പറയുള്ളൂ. അങ്ങനെ പറയണം. കോടതിയാണ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ പറയാവൂ. അങ്ങനെ പറയണം. സുധാകരൻ 150, രാധാകൃഷ്ണൻ 400 രൂപ പറ്റുബുക്ക. കോടതി മുൻപാകെ സത്യം മാത്രം ബോധിപ്പിക്കുകയുള്ളതെന്ന് നിങ്ങൾ പറയണം. ഇതിൽ തൊട്ട് പറയണം. കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ പറയൂ. പിന്നെ മറ്റേ കാര്യം പറയല്ലേ ചേട്ടാ, പറ്റുബുക്കിന്റെ. എന്താ പേര്? ജലധരൻ. നിങ്ങൾ മുഴുവൻ മദ്യപാനിയാണെന്നാണല്ലോ നിങ്ങളുടെ ഭാര്യ പറയുന്നത്. ആര് പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യ പറയുന്നത്? ചുമ്മാ പറയണ സാറേ. അതെ, 24 മണിക്കൂർ കൂടി പേര് തന്നെയല്ലേ ജലധരൻ. നിങ്ങള് മുഴുവൻ മദ്യപാനിയാണെന്നാണ് പുള്ളി പറയുന്നത്. എന്താ അതിനെ പറ്റി പറയാം സാറേ? ഇവിടെ നാട്ടുകാരൊക്കെ ചുമ്മാ പറയണാണ്. ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല. അഥവാ കഴിക്കുകയാണെങ്കിൽ സൺഡേ ടു സൺഡേ മാത്രമേ കഴിക്കാറുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പുള്ളി കഴിക്കുന്നെങ്കിലും സൺഡേ ടു സൺഡേ മാത്രമേ കഴിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങൾ കഴിക്കാറില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ സാറേ. സാറ് ശ്രദ്ധിച്ച് കേൾക്കണം. കല്യാണം കഴിക്കുന്ന മുമ്പ് ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത്. അയ്യോ, പ്രേമിച്ചാണോ നിങ്ങൾ കല്യാണം കഴിച്ചത്? പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. നോട്ട് ദ പോയിന്റ്. പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അല്ല, എനിക്ക് വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴും ഇല്ലല്ലോ. അല്ല, ഈ പ്രേമിക്കുന്ന സമയത്ത് ഇയാളെന്റെ മുഖത്ത് നോക്കി
കരളെ കപ്പലിന്റെ തോടെ തേയിലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര കടുപ്പത്തിലൊരു ചായ. അതല്ലെന്ന്. പ്രേമിക്കുന്ന സമയത്ത് കരളെ കപ്പലിന്റെ തോടെ തേയിലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര എന്ന് വിളിച്ചോണ്ടിരുന്ന ആള് കല്യാണം കഴിച്ച് എനിക്ക് 3 കുട്ടികളായപ്പോ എന്റെ മുഖത്തോക്കി വിളിക്കണത് എന്താണെന്ന് അറിയാമോ? എന്താണ്? പോത്തേന്ന്. എന്തോന്നെന്ന്? പോത്തെന്ന്. ഇത്ര സ്ത്രീയുടെ മുഖത്ത് നോക്കി വിളിക്കുന്ന പേരാണോ പോത്തേന്ന്? എന്റെ സാറേ പോത്തേന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോത്ത് നമ്മളെ വന്ന് കുത്തും. എവളെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എവള് കുത്തിയാ നമ്മുടെ ശരീരത്തിൽ എവിടെ ഏക്കാൻ അതെന്ത്? ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഇയാളെ മനസ്സിലിപ്പോ കണ്ട സാർ ഒരു കാര്യം മനസ്സിലാക്കണം. കല്യാണം കഴിയുന്ന മുമ്പ് സാർ കണ്ടിട്ടില്ല അവൻ തോന്നുന്നു. കല്യാണം കഴിയുന്ന മുമ്പ് ഞാനേ മൈന കണക്കാണിരുന്ന മൈന കണക്കാണിരുന്നത്. എടോ, ഈ സ്ത്രീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, താങ്കൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ മൈന എന്ന വളരെ മനോഹരമായ പക്ഷിയെ പോലെ ഇരുന്ന് അറിയോ? മരം കൊത്തിയ നിങ്ങളുടെ നാട്ടിൽ മൈനയെന്നാണ് വിളിക്കുന്നത്. ഇല്ല, മരക്കൊത്തി തന്നെ. ഞാനും അതേ വിളിച്ചോളൂ. ഞാൻ ഒരു കാര്യം പറയും, ഇവിടെ വെച്ച് കളിയാക്കരുത്, ഉള്ള കാര്യം പറയാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ല സാറേ, ഞാനൊരു കാര്യം പറയാം. സാറേ എന്നെ വന്നപ്പോ ശ്രദ്ധിച്ചായിരുന്ന എന്റെ ഈ നുണക്കുഴി കണ്ട അവിടെ മിലോട്ട് ഒന്ന് മാറിക്കൂ, ഒന്ന് കാണിക്കൂ. ഈ എന്താ നിക്കേ, നല്ല മഴ പെയ്യുന്ന സമയത്ത് വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങ് നിക്കണം. 10 ലിറ്റർ വെള്ളം കൊള്ളും അതിനകത്ത്. കുടുംബത്തിലെ പെണ്ണുങ്ങൾ കോരിക്കൊണ്ട് പൊക്കോളുമല്ലോ. ഈ നുണക്കൂടി കണ്ടിട്ടാണ് ഈ കാലമാട എന്നെ ഇഷ്ടപ്പെട്ടത്. ആണോ? ഇല്ലെന്ന് പറയാമോ? ആണോ? നുണക്കളി കണ്ടിട്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. സാർ ഒരു കാര്യം മനസ്സിലാക്കണം. കല്യാണത്തിന്റെ അന്ന് ആദ്യരാത്രി അന്ന് ഇവളെ വാ പൊളിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. നുണക്കുഴി അല്ലായിരുന്നു, ഇവളെ അണപ്പല്ല അടിച്ച് തെറിപ്പിച്ച എന്റെ കുഴിയായിരുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിച്ചല്ല എന്നിട്ടും. ഞാൻ സ്നേഹിച്ചു. പക്ഷെ അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് ഏത് സ്ത്രീക്ക് ആഗ്രഹമില്ലാത്തത്? എന്തോ? അല്ല, ഒന്ന് പുറത്തോട്ടൊക്കെ പോണോന്ന്. ഈ കാലമാട ഇന്ന് വരെ എന്നെ ഒരു ടൂറിന് പോലും കൊണ്ടുപോയിട്ടില്ല. അത് ഭർത്താവ് എന്നുള്ള തെറ്റാണ്. കാരണം വേറൊന്നുമില്ല, ഒരു കല്യാണം കഴിഞ്ഞാൽ ഭാര്യയെ വിനോദയാത്രയെ കൊണ്ടുപോകേണ്ട കാര്യം അത് നിങ്ങൾ ടൂറിന് കൊണ്ടുപോകണമായിരുന്നു. അതെ, ഇവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് തന്നെയാണ് എന്റെ കയ്യിൽ കിട്ടിയെന്ന് നാട്ടുകാർ പറയണത്. ഊട്ടി കൊടൈക്കനാലല്ല. മനസ്സിലല്ല, കൂടുതൽ അനാവശ്യം പറയരുത്. ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാം, മനസ്സിലായില്ലേ? കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, ശരിയാണ്. അല്ല, അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെയുള്ള ആളിനെ ഞാൻ എങ്ങനെ സംശയിക്കാതിരിക്കും? പറയൂ. എങ്ങനെ സംശയിക്കാതിരിക്കും? അത് ഞാനും എന്റെ പിള്ളേർ ഒരു കട്ടിലാണ് കിടന്നുറങ്ങുന്നത്. ഓക്കെ. ഈ പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഇയാൾക്ക് കോളാ. അല്ല, ഫോൺ കോളെന്ന്. ഫോൺ കോൾ ഈ രാത്രി 12:30 മണിക്ക് നിങ്ങൾ ആരെയാ വിളിക്കുന്നത് പറയണം? അതൊരു ഭാര്യയുടെ ചോദ്യമാണ്. നിങ്ങൾ രാത്രി 12 മണിക്ക് ആരാണ്? സാർ, ഞാൻ എന്റെ കൺട്രാക്ടറെ വിളിക്കുന്നത്. നാളെ പണിയുണ്ടാ, ഷവല് കൊണ്ടുവരണോ, എത്ര കൂട്ട് കോൺക്രീറ്റ് ചെയ്യണം എന്നൊക്കെ എന്റെ കൺട്രാക്ടറെ വിളിച്ച് ചോദിക്കുന്നത്. ഈ സ്ത്രീകളുടെ മെയിൻ കുഴപ്പമാണ് അത്. ഈ ഭർത്താക്കന്മാരെ സംശയിക്കുക. 12 മണിക്ക് കൺട്രാക്ടിനെ വിളിച്ചാണ്. രാത്രി 12 മണിക്ക്. ശരി, നിങ്ങൾ കൺട്രാക്ടിനെ വിളിച്ചോളി. അതിന് നിങ്ങൾ എന്തിനാ ഈ അടക്കി പിടിച്ച് സംസാരിക്കുന്നേ? അതെ ജയചരൻ, നിങ്ങൾ രാത്രി 12:30 എങ്ങനെയാ അടക്കെ പിടിച്ച് സംസാരിക്കുന്നത്? അടക്കെ പിടിച്ചാ? അല്ലല്ല, അടക്കി പിടിച്ച് സംസാരിക്കുന്നു. ചോദ്യമാണ്, പറയൂ. അത് ഞാൻ എന്റെ കൺട്രാക്ടിന്റെ അടുത്ത്, കൺട്രാക്കേ നാളെ എത്ര മണിക്കാണ് പണി, ഞാൻ എത്ര മണിക്ക് വരട്ടെ, എത്ര മണിക്ക് വന്നാൽ എന്നെ തിരിച്ചു വിടും എന്ന് ചോദിക്കണതല്ലേ ഞാൻ. അതെ, നിങ്ങൾ തെറ്റിപ്പോയി. അടക്കി പിടിച്ച് ശരിയാണല്ലോ. നിങ്ങൾ എന്തിനാ അങ്ങനെ അടക്കി പിടിച്ച് സംസാരിക്കുന്നത്? അതെ, ഭാര്യയും കൊച്ചുങ്ങളെ കിടന്ന് ഉറങ്ങല്ലേ, അവരെന്തിനാണ് വെറുതെ ശല്യപ്പെടുത്തുന്നത്? വീണ്ടും നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഉറങ്ങട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങട്ടെ എന്ന് കരുതി കൺട്രാക്ട് എടുത്ത് പതുക്കെ സംസാരിച്ചു. എന്റെ പൊന്ന് സാറേ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു കൺട്രാക്ടിന് തിരൂരാന്ന് ഉമ്മ കൊടുക്കുന്ന ഒരു തൊഴിലാളിയെ. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കണ്ട. കൺട്രാക്ടിനൊക്കെ ആരെങ്കിലും മുത്തം കൊടുക്കോ? എനിക്ക് എന്റെ കൺട്രാക്ടിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ മുത്തം കൊടുക്കണത്. മുത്തം കൊടുത്താലേ ഓണത്തിന് ബോണസ് കിട്ടത്തുള്ളൂ. ഓണത്തിന്. കൺട്രാക്ടിന്റെ പേരെന്താണ്? കൺട്രാക്ടിന്റെ പേരെന്താണ്? സുശീലൻ. അല്ലാതെ സുശീലന്നല്ലല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ ഈ ശരീരം കണ്ട, മെലിഞ്ഞിരിക്കണ കണ്ട, ഈ മനുഷ്യന്റെ അടുത്ത മനുഷ്യരെ എനിക്ക് ഇത്തിരി വണ്ണം വെക്കാൻ വേണ്ടിട്ട്, ശരീരം തടിക്കാൻ വേണ്ടിട്ട് ലേഹ്യം മേടിച്ച് തരാൻ പറഞ്ഞിട്ട് ഈ കാലമാണ് ഇന്നുവരെ മേടിച്ചു. അത് ഒരു ഭർത്താവിന്റെ കടമയാണ്. ഭാര്യയെ എല്ലും തോലും വാങ്ങിയിരിക്കണമെങ്കിൽ അത് വല്ല വാങ്ങിച്ചു കൊടുത്ത് പോലെ പോഷ്ടിക്കാൻ. അതെ, മണ്ടരി വായിച്ച തെങ്ങിന് വളമിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇയാളെ കളിയാക്കൽ കൂടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇയാളെ ഒരുമിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞത്. എനിക്കും പറ്റത്തില്ല. ഒരു കാര്യം, നിങ്ങളിപ്പോ ഒരു കുടുംബമല്ല, നിങ്ങൾ കുടുംബത്തിൽ നിന്ന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇവരെല്ലാം നോക്കിയിട്ടില്ല കല്യാണം കഴിച്ചത്. അതെ, ഇവിടെ നല്ല കുടുംബമൊന്നുമില്ല, മോശപ്പെട്ട കുടുംബമാണ്. പക്ഷെ ഇവിടെ ഒരു ചേച്ചിയുണ്ട്, നല്ലൊരു സ്ത്രീയാണ്. അവള് കാരണം 2 പേർക്കാണ് ഗൾഫിൽ ജോലി. സമ്മതിച്ചല്ലോ. ഇവളെ ചേച്ചി ഒന്ന് ഛർദിച്ചപ്പോ 2 പേര് ഗൾഫിലോട്ട് നാട്.
ഇതാണ് ഇയാളെ കുഴപ്പം. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സത്യം പറഞ്ഞ മനുഷ്യനെ. ഉള്ള കാര്യം തന്നെ ഞാൻ പറയുന്നത്. ഇതാണ് ഞങ്ങൾ പിരിയാനുള്ള കാരണം. ഇതാണ് ഞങ്ങൾ പിരിയാനുള്ള വീടല്ല, ഇത് കോടതിയാണ്. You can production control. Proceed. ഞങ്ങൾ പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോ ഇയാൾക്ക് എന്നോട് ഒരു അകൽച്ച. എനിക്ക് രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഈ കാലം എന്നോട് ഇഷ്ടമില്ലാന്ന്. അങ്ങനെ ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്ത് 2 വർഷം ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്ന്. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 3. അത് കണക്കങ്ങനെ ശരിയാവും. നിങ്ങൾക്ക് 2 മക്കളെ ഉള്ളൂ. പിന്നെ കണക്കങ്ങനെ ശരിയാവും. അല്ല, ഇടയ്ക്ക് ഞങ്ങൾ ഈ വക്കീൽ ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ഞാൻ വിളിച്ചായിരുന്നു. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഇതാണ് അവളുടെ സ്വഭാവം. മറ്റേ റൂമൊക്കെ എടുത്ത് ബിരിയാണി കഴിച്ചേ ഞാൻ അടിച്ച് വിറ്റായി പോയി. പക്ഷേ എനിക്ക് നിങ്ങളെ ജീവിച്ച് മതിയായി. എനിക്ക് ജീവിച്ചു മതിയായി. ഉള്ള കാര്യം തുറന്നു പറയാം, എന്നെ തൂക്കി കൊല്ലണം. ഉള്ള കാര്യം പറയാം, എന്നെ തൂക്കി കൊല്ലണം. നിങ്ങൾക്കോ? എന്നെ തൂക്കി കൊല്ലണം സാറേ. എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ അടുത്ത്. സത്യം, സീരിയസ് ആയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ജീവിക്കാൻ എന്നെ തൂക്കി കൊല്ലണം. അയ്യ ജീവിക്കാൻ പറ്റുന്ന എന്താ? നീ പോടി. നീ പോടി എന്നാ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. നീ പോടാ. എപ്പടി വാപ്പിളച്ച് വളാത്താങ്ക റഡാപ്സ് ഡുബുട്ട ജാമ്പയ്ക്ക ബാബുട്ട പുത്തല്ല കെട്ടില്ല മനുഷ്യനെ എന്റെ അടുത്ത് കളിക്കാൻ നിങ്ങൾ ഇന്ന് ഞാൻ കോടതിയാണ്. മണ്ണിൽ നിன்று കാതലன்றி யாரு வாழ்தல் கூடுமோ இன்னும் கொஞ்சம் You can proceed. ഞാൻ എന്തോന്ന് പ്രൊസീഡ്? എന്തെങ്കിലും പറ. എനിക്ക് ജീവിക്കണ്ട. എന്നെ തൂക്കി ഒന്നേ പറ്റുള്ളൂ. അല്ല, ഇപ്പൊ നിങ്ങൾ പരസ്പരം അടിപിടിയ സ്ഥിതിക്ക് മനസ്സിലായി നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന്. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ ഇല്ല, പറ്റില്ല. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ താല്പര്യമില്ല. ഇല്ല, എന്നെ തൂക്കി കൊല്ലണം. ശരി, എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. ഓക്കെ. ഇവിടെ 3 കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ട് വിളിക്കാൻ വേണ്ടി അവിടെ. അതെ അതെ, 3 കുഞ്ഞുങ്ങളെ വിളിക്കും കൊണ്ട്. 3 നിങ്ങളുടെ മക്കൾ 3 കുഞ്ഞുങ്ങളെ ഹാജരാക്കും. വന്നിട്ട് മക്കൾ വരും. കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. നിങ്ങളെ കുഞ്ഞുങ്ങളല്ലേ? അതെ അല്ലേ? അതെ സാർ. അത് നിങ്ങളുടെ മകനല്ലേ? അതെ, മകനാണ്. നിങ്ങളൊരു അമ്മയല്ലേ? അതെ. അത് നിങ്ങളുടെ ഭർത്താവല്ലേ? അതെ. കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളാവാം ജീവിതത്തിൽ. ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പിരിയാൻ തോന്നും? അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചിട്ട് പോലും ഇപ്പോഴത്തുള്ള കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയില്ല. ഈ കുഞ്ഞുങ്ങളെ കണ്ട് നിങ്ങൾക്ക് പിരിയാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോ ഒന്ന് കരയണമെന്നുണ്ടോ? ഒന്ന് പൊട്ടിക്കരണമെന്നുണ്ടോ? കണ്ടോ നിങ്ങളുടെ ഭർത്താവ് കരയുന്നതാണ്ടോ? നിങ്ങളെ കരയണ്ട, നിങ്ങളുടെ ഭർത്താവ് അറിയുന്നു. എനിക്ക് മനസ്സിലാവും. നിങ്ങൾ എനിക്ക് എന്തോന്നു? ഞാനല്ല കരഞ്ഞത്. ഞാനല്ല അവിടെ കരഞ്ഞു. കണ്ടാടോ എത്ര കുറ്റവാളികൾ, എത്ര ക്രിമിനൽസുകളെ ശിക്ഷ വിധിച്ച് ജയിലിലാക്കിയ മനുഷ്യനാണെന്നറിയാം. കുഞ്ഞുങ്ങളെ കണ്ടപ്പോ കരഞ്ഞു. ഈ കുഞ്ഞുങ്ങളെ പിരിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും? മക്കളെ കല്ലം മനസ്സുള്ളവനെ, എടോ ഇതാണ് സ്ത്രീ. കണ്ടോ, സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, ക്ഷമാശീലമുള്ളവനാണ്. തനക്കം ആണാണോ? പോയി ചത്തൂടെ തനിക്ക്? സാറേ, ഞാനൊരാണല്ലേ സാറേ? ആണുങ്ങൾ അങ്ങനെ കരയോ സാറേ? സാറേ, ഇതെന്റെ മക്കളാണ് ഇവര്, ഇതെന്റെ ഭാര്യയാണ്. എനിക്കെന്റെ കുടുംബം വേണം സാറേ. മകളെ, നിങ്ങൾക്ക് അച്ഛനെ വേണോ അമ്മയെ വേണോ? നമുക്ക് രണ്ടുപേരെയും വേണം. സാറേ എന്തോ സാറേ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മനുഷ്യന്മാരൊക്കെ ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമി സ്വർഗ്ഗായനല്ലേ സാറേ? എടോ വക്കീലേ, ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഭൂമിയിലുണ്ടെങ്കിൽ പിന്നെന്തിനാണോ നിയമം? പിന്നെന്തിനാ കോടതി?